ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ക്യാരറ്റ് കേക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന 2 തരത്തിലുള്ള പ്ലം കേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ക്യാരറ്റ് കേക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര മതിയാവും. അത്യാവശ്യം നല്ല രീതിയിലുള്ള മധുരം ഉണ്ടാവും. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഉരുക്കി വരട്ടെ. കണ്ടോ, കൈയെടുക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിമണം കയറി വരും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് അലന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കളർ മാറി നമുക്ക് കിട്ടണം. കണ്ടത് ഇതേപോലെ നന്നായിട്ട് കളർ മാറി കഴിയുമ്പോൾ ഇതേപോലെ ശരിക്കും ഒന്ന് പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഈ സമയത്തൊക്കെയും ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കാരമലൈസ് ചെയ്തത് കറക്റ്റായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതും ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തിളച്ച പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചെന്നിരിക്കും. അതുകൊണ്ട് നീങ്ങി നിന്നിട്ട് കുറച്ച് മാത്രം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1/4 കപ്പേ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. എന്നാൽ മാത്രമാണ് ഇത് പതുക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി വരുള്ളൂ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പഞ്ചസാരയുടെ കളറേ ആകെ തന്നെ മാറിപ്പോയില്ലേ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്ന പരിപാടിയാണ് ഏറ്റവും ആദ്യം ചെയ്ത് വെക്കേണ്ടത്. അപ്പോഴേക്കും ബാക്കി കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതങ്ങ് തണുത്ത് വന്നോളും. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതേപോലെ ചെറിയൊരു കഷ്ണം പട്ടയുടെ കഷ്ണവും കൂടി ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അരയ്ക്കാനുള്ള എളുപ്പത്തിനാണ്. ഇതിനകത്തേക്ക് നമ്മുടെ ഗ്രാമ്പു ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കഷ്ണം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ പഞ്ചസാരയും അതേപോലെ തന്നെ പട്ടയും കൂടി ഒന്ന് പൊടിച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് ശരിക്കും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തത് വേണം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവെന്ന് പറയുന്നത് എത്ര കപ്പ് മൈദ എടുക്കുന്നോ അത്രയും കപ്പ് തന്നെ വേണം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് ക്യാരറ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടത് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 1/4 കപ്പ്. കണ്ടത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്ത ഈന്തപ്പഴമാണ് ഒരു 1/4 കപ്പ്. അപ്പോൾ അത് നമുക്ക് ക്യാരറ്റിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് വേണ്ടത് നമ്മുടെ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് കാഷ്നട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കേട്ടോ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കാഷ്നട്ടിൻ്റെയും അതേപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ അളവ് നമുക്ക് തീരുമാനിക്കാം. ഈന്തപ്പഴത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. കണ്ടോ, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മൈദ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കാഷ്നട്ടും ഈന്തപ്പഴവും ക്യാരറ്റും ഒന്നും ഏറ്റവും അടിപ്പോയി കിടക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പഞ്ചസാര പൊടിച്ചതും അതേപോലെ തന്നെ കാരമലൈസ് ചെയ്തതും ഇപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സും കൂടി ഇവിടെ റെഡിയാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വലിപ്പമുള്ള ഒരു ഉണങ്ങിയ ബൗൾ തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് ഓയിലല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, പകരം അമൂലിൻ്റെ ബട്ടറാണ്. അപ്പോൾ 200 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്. ഇതേപോലെ 2 പാക്കറ്റ് അമൂലിൻ്റെ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ബട്ടർ നേരത്തെ തന്നെ പുറത്തിറക്കി വെക്കണം. നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ബട്ടർ വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ 2 പാക്കറ്റ് ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാമിൻ്റെ ബട്ടറാണ്. നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ബട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബീറ്റായി വന്നോളും. ഇപ്പോൾ ബീറ്റർ തന്നെ വേണമെന്നില്ല, ഇതേപോലെ മിക്സിയുടെ ജാറിൽ നമ്മൾ ചെയ്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബീറ്റർ എടുക്കുന്നു എന്നേ ഉള്ളൂ. ബട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ നേരത്തെ ആദ്യം ബട്ടറും അതേപോലെ തന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയും വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം മുട്ടയും അതേപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ കുക്കറിലാട്ടോ കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്.
എന്താ നമ്മുടെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഒരു 2-3 തവണയായിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതേപോലെ ബട്ടർ ഉപയോഗിച്ച് ക്യാരറ്റ് കേക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതേവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ബട്ടർ ഉപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, നമ്മുടെ ബട്ടറും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം മുട്ട ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം 3 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോന്ന് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ 3 മുട്ടയും ഒരുമിച്ച് ചേർക്കണം കേട്ടോ. ഇതേപോലെ ഓരോന്ന് ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ മുട്ടയും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇരിക്കുന്നത്. അല്ല, നമ്മൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല ലൂസായിട്ടായിരിക്കും നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്ക് കിട്ടുക. ശരിക്കും മിക്സാക്കി വെച്ചിരിക്കുന്നതിനകത്തേക്ക് നേരത്തെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, നമ്മൾ കാരമലൈസ് ചെയ്തത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ അടുത്തേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളറേ ആകെ തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കരിഞ്ഞു പോകാതെ കാരമലൈസ് എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഷുഗർ സിറപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഒറ്റ തവണ മാത്രമേ അരിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ 3 തവണ അരിച്ചിട്ട് സെപ്പറേറ്റ് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് മൈദ ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് അത്രയും മാത്രം മതിയാവും. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മൈദ എടുക്കുമ്പോൾ 1 കപ്പ് മൈദ വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും കുത്തി നിറച്ചിട്ട് മൈദ എടുക്കരുത് കേട്ടോ. ജസ്റ്റ് മൈദ എടുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ച് ഒന്ന് വടിച്ചെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ ഒരു 1.5 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇതേപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ മിക്സ് ഇത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത്രയും ടൈറ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് അതേപോലെ തന്നെ ഈന്തപ്പഴം കാഷ്നട്ടിൻ്റെ കോട്ട് ചെയ്ത മിക്സ് ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒറ്റ തവണയായിട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 തവണയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ നന്നായിട്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തുകൊണ്ടാണ്. ഓയിൽ ചേർക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് അങ്ങ് ടൈറ്റായിട്ട് ഇരിക്കില്ല കേട്ടോ. കണ്ടോ, മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനാട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് മോൾഡിലേക്ക് കുറച്ച് ഓയിൽ പറ്റി അതിനുശേഷം ബട്ടർ പേപ്പറും കൂടി വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വയ്ക്കുമ്പോൾ 8 ഇഞ്ചിൻ്റെയാണ് മോൾഡ് എടുക്കുന്നതെങ്കിൽ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. ഞാൻ സൈഡിൽ ബട്ടർ പേപ്പർ വെക്കാതെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേക്ക് റെഡിയായി ഇങ്ങ് പൊങ്ങി വന്നപ്പോൾ കേക്ക് ടീൻ നിറഞ്ഞിങ്ങ് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ സൈഡിലും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കുമ്പോൾ ഉള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ റെഡിയാക്കി വെച്ച് നമ്മുടെ കേക്ക് മോൾഡിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം നമുക്ക്. ഈ കേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ കുക്കറിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കുക്കറിൽ ചെയ്യാതിരുന്നത്. അപ്പോൾ കുക്കറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ബട്ടർ പേപ്പർ ഒന്നും വെക്കേണ്ട കേട്ടോ, അടിയിൽ മാത്രം വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് പ്രീഹീറ്റായി വന്നിട്ടുണ്ട്, ശരിക്കും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നടുക്ക് ഒരു സ്റ്റാൻഡും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരെ അടിയിലേക്കല്ല നമ്മൾ വെക്കുന്നത്, ഇതേപോലെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേക്ക് ടീന്. അപ്പോൾ നമ്മുടെ കേക്ക് ടീനും കൂടി അതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം.
കേക്ക് ബേക്കായി വരാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 30 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലുമാണ് ഗ്യാസ് വെക്കേണ്ടത്. എനിക്കിപ്പോൾ ഏകദേശം 1 മണിക്കൂർ വേണ്ടി വന്നു കേക്ക് ഒന്ന് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും എടുക്കും നമ്മുടെ കേക്ക് ഒന്ന് റെഡിയായി വരാനായിട്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ ഇതാ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, നമ്മുടെ കേക്ക് നിറഞ്ഞ് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ ബട്ടർ പേപ്പർ വെക്കുകയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈഡിലേക്കൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയേനെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുക്കുന്നതെങ്കിൽ. അപ്പോൾ റെഡിയെന്ന് അറിയാനായിട്ട് ഇതേപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ ആ കേക്ക് ടീൻ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. കണ്ടോ, നമ്മുടെ കാഷ്നട്ടോ അതേപോലെ തന്നെ ഈന്തപ്പഴമൊന്നും ഒട്ടും തന്നെ അടിയിൽ പോയി കിടക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.